2020 ഒക്ടോബർ 2020 കറണ്ട് അഫയേഴ്സിലെ ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാ മാസത്തെയും 100+ ടോപ്പിക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ അതാത് മാസങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ ടോപ്പിക്, വാട്ട് ഈസ് നാച്ചുറോപ്പതി? നാച്ചുറൽ ക്യൂർ എന്നുള്ളതാണ് നാച്ചുറോപ്പതി. ഹെൽത്തി ഡയറ്റ്, സിമ്പിൾ സെൽഫ് ഹെൽപ്പ് ടെക്നിക്സ്, ബ്രീത്തിങ് റിലാക്സേഷൻ എക്സസൈസ്, ബെനിഫിഷ്യൽ ഹെർബ്സ്, ജനറൽ എക്സസൈസ്, ഇതൊക്കെയാണ്. നാച്ചുറോപ്പതി പ്രൊമോട്ട് ചെയ്യുന്ന എന്താണ്? ബോഡിയുടെ തന്നെ ഓൺ എബിലിറ്റി ടു ഹീൽ, അതാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. നാച്ചുറോപ്പതി ഡേ ആയിട്ട് November 18 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ലോങ് ടൈം കണ്ടീഷൻസ് ആണ് അവർ പലപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത്. ഇൻഫെക്ഷൻസ്, ഫാറ്റിക്, ആങ്സൈറ്റി, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഇങ്ങനെ അലർജി കണ്ടീഷൻസ് ഒക്കെ അവർ ട്രീറ്റ് ചെയ്യും. ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി നേച്ചർ ക്യൂർ ആ ഡേയില് അദ്ദേഹം ഒരു കമ്മിറ്റ്മെന്റ് എടുത്തത് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇന്ന് നമുക്കറിയാം, നമുക്ക് ഈ നാച്ചുറോപ്പതി ഒരു സയൻസ് ആയിട്ട് തന്നെ, മെഡിക്കൽ സയൻസ് ആയിട്ട് തന്നെ രൂപപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. രണ്ടാമത്തെ ടോപ്പിക്, ബ്രഹ്മോസ് മിസൈൽ. അത് സക്സസ്ഫുള്ളി ഫ്ലൈറ്റ് ടെസ്റ്റ് ചെയ്തു ഒക്ടോബറിൽ. ഇത് ഏത് മിസൈൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. സർഫസ് ടു സർഫസ് ആണ്, S2S. അപ്പൊ ഇന്ത്യയുടെ മിസൈൽ സിസ്റ്റം പ്രത്യേകിച്ചും കറണ്ട് അഫയേഴ്സിൽ വന്നതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. സർഫസ് ടു എയർ ആണോ, സർഫസ് ടു സർഫസ് ആണോ, എയർ ടു എയർ ആണോ, ഇങ്ങനെയൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ ഇവിടെ ബ്രഹ്മോസ് എന്ന സൈഡിൽ നോട്ട് എഴുതി പോവുക നോട്ട്ബുക്കിൽ. സർഫസ് ടു സർഫസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ സിസ്റ്റമാണ്. എയർ ഫ്രെയിം സെക്ഷൻസ് ഉണ്ട്. സൗണ്ടിനേക്കാളും 3 ഇരട്ടി സ്പീഡിലാണ്. മാക് 2.8 ആണ് അതിന്റെ സ്പീഡ്. 400 കിലോമീറ്റർ ആണ് ഉള്ള അക്യുറസിയാണ്. ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ് മിസൈൽ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കും. മൂന്നാമത്തെ ടോപ്പിക്, പവർ ഗ്രിഡ് MOU, മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, മിനിസ്ട്രി ഓഫ് പവറുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ, ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ പവർ ഗ്രിഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു മഹാരത്ന കമ്പനിയാണ്, ഗുരുഗ്രാമിലുള്ളതാണ്. ട്രാൻസ്മിഷൻ ഓഫ് പവർ ആണ് ഇവരുടെ ഒരു മേജർ ഏരിയ എന്ന് പറയുന്നത്. 89 കമ്പനീസ് ആക്ട് പ്രകാരമാണ് വന്നത്. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൺഡ് ആണ്, പബ്ലിക് സെക്ടർ യൂണിറ്റ് ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൺഡ് കമ്പനികളെയാണ് പബ്ലിക് സെക്ടർ കമ്പനീസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 50% പവർ ജനറേറ്റഡും പവർ ഗ്രിഡ് വഴിയായിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുപോലെ ഒരു ടെലികോം ബിസിനസ് ഇവർക്കുണ്ട്, പവർ ടെൽ എന്ന പേര്. നാലാമത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നു, ഡീകാർബണൈസേഷൻ ആൻഡ് എനർജി ട്രാൻസിഷൻ അജണ്ട. ഇന്ത്യയും നെതർലാൻഡും have signed statement of intent on decarbonization and energy transition agenda. The statement of intent to support decarbonization and energy transition agenda for accommodating cleaner and more energy. Clean energy ലേക്ക് വരിക. അപ്പൊ നമ്മളൊരു ട്രാൻസിഷൻ ഫേസിലുമാണ്. അപ്പൊ എന്താ ചെയ്യാം? നമ്മള് ഇതിലേക്ക് അപ്പൊ അടുത്ത ഒരു ടോപ്പിക്ക് നമ്മൾ കാണുന്നത് മ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഈ മ്യൂട്ടേഷൻ എന്നുള്ള ടോപ്പിക്ക് പ്രധാനമാണ്. ഇത്തവണത്തെ പ്രിലിമിന് എന്തായാലും കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം എന്തായാലും കിട്ടും. കുറഞ്ഞ ഒരു 2-3 ചോദ്യം വരെയൊക്കെ പോവാം കോവിഡുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതായത് UPSC ക്വസ്റ്റ്യൻ ഇടുന്ന ഒരു രീതി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജനറൽ ഇൻട്രസ്റ്റ് ജനിപ്പിക്കുന്ന ടോപ്പിക്, ഒരു സാധാരണക്കാരന്റെ ഇൻട്രസ്റ്റ് ആ ടോപ്പിക്കിലേക്ക് എത്തണം. അങ്ങനെയുള്ള വിഷയങ്ങളാണ് പൊതുവെ ചോദ്യങ്ങളിൽ നമ്മൾ കാണാറുള്ളത്. ഇപ്പൊ മ്യൂട്ടേഷൻ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിരുന്നു. അപ്പൊ ഏതാണ്ട് 12,000 മ്യൂട്ടേഷൻസ് ആണ് ഈ SARS-CoV-2 വൈറസിൽ നമ്മളിപ്പോ കണ്ടിട്ടുള്ളത്. അപ്പൊ എന്താണ്? Mutation is the property of a virus to undergo changes when it multiplies. As it replicates, it may not produce exact replicas of itself,
resulting in the emergence of new strains, which may be more at a times less effective. Some strains die out, while the more effective ones which spread efficiently survive. അപ്പോൾ മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനത്തെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ആ വൈറസിന്റെ അതേ റെപ്ലിക്ക ആയിരിക്കില്ല ഉണ്ടാവുന്നത്, വേറിട്ട റെപ്ലിക്കാസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ആ മാസത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ആയിരുന്നു ഒക്ടോബറിലെ നഗർണോ കാരബാബ് ഇഷ്യൂ. നമ്മൾ ഇന്നലെ കണ്ടതാണ്, കഴിഞ്ഞ ദിവസവും കണ്ടിരുന്നു. ചില കറണ്ട് അഫയേഴ്സ് അടുത്ത മാസവും റിപ്പീറ്റ് ചെയ്യും, കാര്യം അപ്പോഴും ഹോട്ട് ടോപ്പിക് ആയിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ അഫ്ഗാനിലെ ഇപ്പോഴത്തെ ഇഷ്യൂ അതിന് ഒരു 2-3 മാസത്തേക്ക് കറണ്ട് ടോപ്പിക്കിൽ തന്നെ കാണും. ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് അവരാരൊക്കെ തമ്മിലാണ്? അർമേനിയയും അസർബൈജാനും ആണ് ഇതിനകത്തെ പാർട്ടീസ്. സെൻട്രൽ ഏഷ്യൻ കൺട്രിയാണ്, കോക്കേഷ്യൻ പർവ്വത നിരകളിലാണ്, സൗത്ത് കോക്കസിലാണ്. നഗർണോ കാരബാബ് ആർട്ട്സാക്ക് എന്നും അറിയപ്പെടുന്നുണ്ട് ഈ റീജിയൻ. ഇതൊരു ലാൻഡ് ലോക്ഡ് റീജിയൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. കാരാബാഗ് മൗണ്ടൻ റേഞ്ചിലാണിത്. കാരാബാഗ് മൗണ്ടൻ റേഞ്ച് ഇതൊരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറിയാണ്. എന്നാൽ ഇത് അസർബൈജാന്റെ പാർട്ടായിട്ടാണ് ഇന്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടത്. പക്ഷേ ബട്ട് മോസ്റ്റ്ലി ഗവേൺഡ് ബൈ ദ റിപ്പബ്ലിക് ഓഫ് ആർട്ട്സാക്ക്. അതൊരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് ആണ് ഈ മിക്കവാറും ഏരിയ ഭരിക്കപ്പെടുന്നത്. ഇപ്പോൾ റീസെന്റ് യുദ്ധത്തിൽ അസർബൈജാൻ എന്ത് ചെയ്തു? അവർ കൂടുതൽ ഏരിയ അവര് എടുക്കുകയുണ്ടായി. മെക്ക പിൽഗ്രിമേജ് സൈറ്റ് ആണ്, സൗദി അറേബ്യയുടെ പ്രൊവിൻസ് ആണ്. ഇത് ഹെജാസ് റീജിയനിലാണ്. വൈഡ് സ്ട്രിപ്പ് ഓഫ് മൗണ്ടൻ സെപ്പറേറ്റിംഗ് ദ നാഫുദ് ഡെസേർട്ട് ഫ്രം ദ റെഡ് സീ. നാഫുദ് ഡെസേർട്ട് ആണ് ഈ മൗണ്ടൻസിനെ റെഡ് സീയിൽ നിന്നും വേർതിരിക്കും. ന്യൂ കാലിഡോണിയ 8ാമത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നു. The South Pacific territory of New Caledonia choose to remain French, rejecting independence from France in a referendum. The vote rejecting a breakaway from France after almost 170 years came in at 53.26 according to the final results, down from 56.7 in a referendum 2 years ago. അപ്പോൾ ഇത് പസഫിക് ഏഷ്യനിലുള്ള ഒരു സ്ഥലമാണ് ഈ ന്യൂ കാലിഡോണിയ എന്ന് പറയുന്നത്. സൗത്ത് ഓഫ് മനാവുട്ടു, ഓസ്ട്രേലിയയിൽ നിന്ന് 1210 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ ആർക്കിപ്പിലാഗോ മെലനേഷ്യൻ സബ് റീജിയന്റെ പാർട്ടാണ്. ഗ്രാനഡേ ടെറെ എന്ന് പറയുന്ന ഐലൻഡ് ആണ് പ്രധാനപ്പെട്ടത്. ലോയൽറ്റി ഐലൻഡ്സ് ഉണ്ട്, ചെസ്റ്റർഫീൽഡ് ഐലൻഡ്സ് ഉണ്ട്, ബെലപ്പ് ആർക്കിപ്പിലാഗോ ഉണ്ട്, ഐൽ ഓഫ് പൈൻസ് ഉണ്ട്. ഇത് സിലാൻഡിയയുടെ പാട്ടാണ്. ഡൈഹോഡ് റിവർ ആണ് ഇവിടുത്തെ ഈ ലോങ്സ്റ്റ് റിവർ. ആ റിവറിന്റെ പേരൊക്കെ ഒന്ന് നോക്കുക. അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങൾക്ക് ഫ്രാൻസിനോട് തന്നെ ചേർന്ന് നിൽക്കണം, ബ്രേക്ക് അവേ വേണ്ട എന്നുള്ളതാണ്. ഈ ചെറു രാജ്യങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെ ബ്രിട്ടന്റെയോ അല്ലെ ഫ്രാൻസിന്റെയോ പോർച്ചുഗലിന്റെയോ സ്പെയിന്റെയോ ഒക്കെ അധീശത്വത്തിൽ സംരക്ഷണത്തിൽ നിൽക്കുന്നതുണ്ട്. അപ്പൊ അവര് പലപ്പോഴും അവര് ആ രാജ്യവുമായിട്ട് ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആഗ്രഹിക്കുക? എന്തുകൊണ്ടാണ്? അത് ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ ഒരു വലിയൊരു പവറൊന്നും അവർക്ക് ഉണ്ടാവില്ല. മാത്രമല്ല അവർക്കിപ്പം ഫ്രാൻസിന്റെ കീഴിൽ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ ആക്സസ് പല കാര്യങ്ങളിലും കിട്ടും. 1998 നൗമിയ അക്കോർഡ് വന്നു. അത് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തു റീജിയൻ. അടുത്ത അഡൽ ടണൽ ആണ്. അഡൽ ടണല് പ്രധാനപ്പെട്ടതാണ്, റോക്തങ്ങിലാണ് വന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? 3000 മീറ്റേഴ്സ് ലോങ് ആണ്, 9.2 കിലോമീറ്റേഴ്സ് ഉണ്ട്. BRO ആണ് ചെയ്തത്. ലോങ്സ്റ്റ് ഹൈവേ ടണലാണ്. മണാലിനെ ലാഹുൽ സ്പിതി വാലി ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ലാഹുൽ സ്പിതി മണാലി കണക്ഷൻ ആണ്. മണാലി ടു ലേ, അത് നമുക്കറിയാം ജോഗ്രഫിക്കൽ ഡിഫൻസ് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണില്ലേ. അവിടേക്കുള്ള ഡിസ്റ്റൻസ് 46 കിലോമീറ്റർ ആയിട്ട് കുറയ്ക്കും. ട്രാവൽ ടൈം 5 മണിക്കൂർ കുറയ്ക്കും. ടോപ്പിക് നമ്പർ 10. 2 ന്യൂ പ്ലാന്റ് സ്പീഷീസ് ഡിസ്കവേർഡ് ഇൻ വെസ്റ്റേൺ ഗട്ട്സ്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള വാർത്ത കൂടുതലായിട്ട് വരുന്നത്
നിങ്ങൾക്കറിയാം ഹിന്ദുവിന്റെ സൺഡേയിലുള്ള സയൻസ് പേജിൽ നിന്നുള്ള വാർത്തകൾ വരാറുണ്ട്. അതുപോലെ തന്നെ സയൻസ് മാഗസിൻ, മാഗസിൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയാണ്, അതിൽ നിന്നും ആണ് കൂടുതലായിട്ടും വരാറ്. അതിൽ നിന്നാണ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ വരാറ്. ഇരിക്കാലോൺ പ്രവിസെഫലം ഇൻഫ്ലോറസൻസ് സൈസ് ഉള്ളതുകൊണ്ടാണ് അതിന് ആ പേര് കിട്ടിയിരിക്കുന്നത്. കർണാടക റീജിയനിൽ അത് കാരവലി എന്നറിയപ്പെടുന്നു. Ericolan caravalinnis pipeworts is a plant group which completes its life cycle within a small period during months. അധികം ആയുസില്ലാത്ത ഒരു ചെടിയാണിത്. വെസ്റ്റേൺ ഗഡ്സിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്, ഈസ്റ്റേൺ ഹിമാലയാസ്. ആന്റി ക്യാൻസറസ്, അനാൽജസ്റ്റിക്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. സൂ ഇൻഫെക്ഷൻ, ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് സൂ ഇൻഫെക്ഷൻ. ഇത് സീരിയസ് ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റ് ഡിസീസ് ഇൻ റൈസ്, നെല്ലിൽ കാണപ്പെടുന്നതാണ്. ഈൽഡ് ലോസസ് ഉണ്ടാകും ഈ സൂ ഇൻഫെക്ഷൻ. അപ്പൊ റൈസിനാണ് ഇത് ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കുക. 12ാമത്തെ ടോപ്പിക്, സെക്ഷൻ 29 ഓഫ് പോസ്കോ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. അത് പറയുന്നത് മൈനർ ആയിട്ടുള്ള ഒരാളെ ഉപദ്രവിക്കുന്ന ആളുകളെ, സെക്ഷൽ കോഡ് when a person is prosecuted for committing an offense of sexual assault against a minor, the special court trying the case shall presume that the accused is guilty. The Delhi High Court has ruled that presumption of guilty embedded in section 29 of POSCO Act gets triggered and applies only once the trial begins, after charges are framed against them. Accused. അതായത് ഈ പോസ്കോ ആക്ടിലെ സെക്ഷൻ 29 പ്രകാരം കേസ് ഉള്ളപ്പോഴുള്ള അലിഗേഷൻസ് ആണ് എടുക്കുന്നത്. പിന്നീടുള്ളതൊക്കെ ഫ്രെയിം ചെയ്യപ്പെട്ടതായിട്ടാണ് കണക്കിലെടുക്കുന്നത്. യുദ്ധ പ്രദൂഷൺ കെ വിരുദ്ധ, അത് ഡൽഹി ഗവൺമെന്റ് ഒരു ആന്റി പൊല്യൂഷൻ ക്യാമ്പയിൻ ആണ്. യുദ്ധ പ്രദൂഷൺ കെ വിരുദ്ധ എന്ന് പറയുന്നു. ഗ്രീൻ ഡൽഹി ആപ്പ് അവര് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വാർ റൂം ക്രിയേറ്റ് ചെയ്തു. Processing liquid solution for farms in order to curb stubble burning. സ്റ്റബിൾസ് ചീഞ്ഞു പോകാനുള്ള ഒരു ലിക്വിഡ് സൊല്യൂഷനും അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു മെയിൻ പോയിന്റ് ഓഫ് വ്യൂവിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ടുവരാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ വർഷം പലപ്പോഴും അത് ചോദ്യമായിട്ട് വന്നതുകൊണ്ട് അപ്പൊ അതും നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്യാവും. നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി നാഡ, അത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമാണ് വന്നിട്ടുള്ളത്. ആന്റി ഡോപ്പിംഗ് റൂൾസ് അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. കോയലിഷൻ ഫോർ എപ്പിഡമിക് പ്രിപ്പയർഡ്നെസ് ഇന്നോവേഷൻസ്. കോയലിഷൻ ഫോർ എപ്പിഡമിക് പ്രിപ്പയർഡ്നെസ് ഇന്നോവേഷൻ ഇതൊരു NGO ആണ്. അവര് വെൽക്കം ട്രസ്റ്റ്, ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ് ഫൗണ്ടേഷൻ, യൂറോപ്യൻ കമ്മീഷൻ, പിന്നെ 8 രാജ്യങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. ഇതിന്റെ ഉദ്ദേശം എന്താണ്? സ്റ്റിമുലേറ്റ് ആൻഡ് ആക്സലറേറ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് വാക്സിൻ അഗൈൻസ്റ്റ് എമർജിംഗ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ഈ കോവിഡ് പോലുള്ള ഔട്ട് ബ്രേക്സ് ഉണ്ടാകുമ്പോൾ ഫലപ്രദമായ വാക്സിൻ ഉണ്ടാക്കുക എന്നതാണ് ഉദ്ദേശം. സ്മാർട്ട് മിസൈൽ, അടുത്ത 16ാമത്തെ ടോപ്പിക്കാണ്. സൂപ്പർസോണിക് മിസൈലാണ്. അത് സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് റിലീസ് ഓഫ് ടോർപിഡോ. അത് ടെസ്റ്റ് ഫയർ ചെയ്തു ഒറീസ കോസ്റ്റിൽ. is a missile assisted release of lightweight anti-submarine torpedo. അപ്പോൾ മിസൈൽ അസിസ്റ്റഡ് സിസ്റ്റം ആണ് ടോർപിഡോ. ആന്റി സബ്മറൈൻ ടോർപിഡോസ് ആന്റി സബ്മറൈൻ വാർഫെയറിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ്. വയനാട് കോഴിക്കോട് ടണൽ പ്രൊജക്ട്. വയനാട് കോഴിക്കോട് ഡിസ്ട്രിക്ട് 7 കിലോമീറ്റർ ലോങ് ടണല്, കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ 900 crore പ്രൊജക്റ്റ് ആയിരുന്നു. അത് കണക്ട് ചെയ്യും. അതിനുള്ള പ്രൊജക്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. വേൾഡ് ഹാബിറ്റാറ്റ് ഡേ ഒക്ടോബർ ആണ് അത് സംഘടിപ്പിക്കുന്നത്. ഫസ്റ്റ് മൺഡേ ഓഫ് ഒക്ടോബർ. നമുക്കറിയാം അത് ബേസിക് റൈറ്റ് ആണ് ഹാബിറ്റാറ്റ് ഡേ എന്ന് പറയുന്നത്. The day is also intended to remind the world that we all have the power and responsibility to shape the future of our cities and towns.
വി ഹാവ് ദ റെസ്പോൺസിബിലിറ്റി നമ്മുടെ സിറ്റീസ് ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ തീം എന്ന് പറയുന്നത് ഹൗസിംഗ് ഫോർ ഓൾ എ ബെറ്റർ അർബൻ ഫ്യൂച്ചർ എന്നുള്ളത്. തീമൊക്കെ നിങ്ങൾക്ക് മെയിൻ ആൻസേഴ്സിലും കൊണ്ടുവരാം. സൈഡിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്യാം. എന്താണ് അഡ്ജുവന്റ് എന്ന് പറയും? ഇതൊരു ഫാർമക്കോളജിക്കൽ അല്ലെങ്കിൽ ഇമ്മ്യൂണോളജിക്കൽ ഏജന്റ് ആണ്. അത് ഇമ്മ്യൂൺ റെസ്പോൺസ് വാക്സിൻ്റെത് കൂട്ടും. Adjuvants may be added to a vaccine to boost the immune response to produce more antibodies and longer lasting immunity, thus minimizing the dose of antigen needed. Adjuvant add ചെയ്യുമ്പോൾ അതിന് ഇമ്മ്യൂണിറ്റി കൂടും, പിന്നെ നമുക്ക് ആന്റിജന്റെ ഡോസ് കുറയ്ക്കാം. ഭാരത് ബയോടെക് കാൻസാസ് ബേസ്ഡ് വിറോ വാക്സുമായിട്ട് ഇത്തരത്തിലൊരു എഗ്രിമെന്റിൽ വന്നിട്ടുണ്ട്. 20ാമത്തെ ടോപ്പിക് ഡെയറിംഗ് സിറ്റീസ് കോൺഫറൻസ്. ഡെയറിംഗ് സിറ്റീസ് വിർച്വൽ കോൺഫറൻസ് CM അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ടേക്ക് വെച്ചു. സ്റ്റെപ്സ് ടേക്കൺ ഇൻ നാഷണൽ ക്യാപിറ്റൽ റിഗാർഡിംഗ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഇഷ്യൂസ്. ഇതാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. വാട്ട് ഈസ് ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ്? HSRP നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടിരുന്നു. ഇത് റിപ്പീറ്റ് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ് ആണ്. കഴിഞ്ഞ മാസത്തെ കറണ്ട് അഫയേഴ്സിലും കണ്ടതാണ്. അതിലൊരു ഹോട്ട് സ്റ്റാമ്പ്ഡ് ക്രോമിയം ബേസ്ഡ് 20 mm ഇൻറ്റു 20 mm ഹോളോഗ്രാം ഓഫ് അശോക് ചക്ര ഫില്ല് ചെയ്തിട്ടുണ്ട് ബ്ലൂ കളറിൽ ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണർ. അപ്പൊ ഈ വാഹനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭിക്കും. ബോട്ടം ലെഫ്റ്റ് കോർണറിൽ 10 ഡിജിറ്റ് പെർമനന്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. അപ്പൊ അതും മനസ്സിലാക്കും. HSRP also includes a hot stamped film applied on the numerals and letters bearing the inscription India at 45-degree angle. ഇന്ത്യ എന്നുള്ള ഒരു സംഗതിയും കൂടെ നമുക്ക് അതിൽ കാണാൻ പറ്റും. നമ്മൾ ഇതിന്റെ ഫോട്ടോ ഉൾപ്പെടെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയേഴ്സിൽ കണ്ടതാണ്. അപ്പൊ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതൊരു ക്രോമിയം ബേസ്ഡ് ആണ്, ഹോട്ട് സ്റ്റാമ്പ്ഡ് ഹോളോഗ്രാം എന്നുള്ളത് മനസ്സിലാക്കുക. പുതിയ നമ്പർ പ്ലേറ്റുകളൊക്കെ ഇങ്ങനെയായിരിക്കും. പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് നമ്മൾ കഴിഞ്ഞ മാസം കണ്ടതാണ്, ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഗുപ്കാർ ഡിക്ലറേഷൻ എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 370-ക്കെതിരെ സൈൻഡ് ബിഫോർ അബ്രഗേഷൻ ഓഫ് ആർട്ടിക്കിൾ 370. അതായത് ഗുപ്കാർ ഡിക്ലറേഷൻ പറഞ്ഞത് ആർട്ടിക്കിൾ 370 എന്ത് ചെയ്യണം? ജമ്മു ആൻഡ് കാശ്മീരിൽ അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ടാണ് അവർ പറഞ്ഞത് റദ്ദാക്കിയത് പുനഃപരിശോധിക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നാഷണൽ സ്റ്റാർട്ടപ്പ് അവാർഡ്സ് 2020 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. 12 സെക്ടേഴ്സിലാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടപ്സ് 5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ്. എനിക്കൊന്ന് കേരളത്തിൽ നിന്ന് 1-2 കമ്പനികൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് അടുത്ത് വൈൽഡ് ലൈഫ് വീക്ക്. വൈൽഡ് ലൈഫ് വീക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു ഓൾ ഓവർ ദ കൺട്രി. ഫോണ ആൻഡ് ഫ്ലോറ അതിൻ്റെ ഫൊണോണ ആൻഡ് ഫ്ലോറ ഇതുമായി ബന്ധപ്പെട്ടതാണ്. വൈൽഡ് ലൈഫ് ഡേ 1955 തൊട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. തീം എന്താണ്? റോർ എന്നാണ് തീം. എന്താണ് ഈ റോർ? റോർ ആൻഡ് റിവൈവ്, എക്സ്പ്ലോറിംഗ് ഹ്യൂമൻ ആനിമൽ റിലേഷൻഷിപ്പ്. ഇതാണ് 2020-ലെ തീം എന്ന് പറയുന്നത്. എക്സ്പ്ലോറിംഗ് ഹ്യൂമൻ ആനിമൽ റിലേഷൻഷിപ്സ്, ഇതാണ് പുതിയ തീം. മനസ്സിലാക്കുക. കവാച്ച് എന്താണ്? The Center for Augmenting War with the COVID-19 Health Crisis is an initiative by the National Science and Technology Entrepreneurship Development Board. കവച്ച് ഇന്നോവേഷൻസ്, ഡയഗ്നോസ്റ്റിക്സ്, ഡിവൈസസ് ഇതിൻ്റെയൊക്കെ ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യും. ഫ്രഷ് വാട്ടർ ക്രാബ് സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്തു നംദഫ ടൈഗർ റിസർവിൽ. നംദഫ ടൈഗർ റിസർവ് എവിടെയാണെന്ന് മനസ്സിലാക്കുക, ക്രാബിന്റെ പേര് മനസ്സിലാക്കുക. അത് അബോർട്ടോ ഫ്യൂസെ എന്ന് പറയുന്ന ജനസിൽപ്പെട്ടതാണ്. അബോർ ഹിൽസിൽ നിന്നാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. നംദഫ അതിന്റെ റിച്ച് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് ശ്രദ്ധേയമാണ്. 4 ലാർജ് കാറ്റ്സ് ഉണ്ട്: ടൈഗേഴ്സ്, സ്നോ ലെപ്പോർഡ്സ്, ക്ലൗഡഡ് ലെപ്പോർഡ്സ് ആൻഡ് ലെപ്പോർഡ്സ്. നംദഫ റിസർവ് എവിടെയാണെന്നുള്ളത്
അതിനെക്കുറിച്ചും കറണ്ട് അഫയേഴ്സ് വന്നുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. RBIയുടെ ഡെപ്യൂട്ടി ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. എത്ര ഡെപ്യൂട്ടി ഗവർണർ? 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ആണ് RBIക്ക്. ഇന്ത്യ ജപ്പാൻ ഫൈനലൈസ് ടെക്സ്റ്റ് ഓഫ് ആക്ട് ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 5G. സൈബർ സെക്യൂരിറ്റി പാക്ട് ഇന്ത്യയും ജപ്പാനും സൈൻ ചെയ്തു. ഗൂർഖാലാൻഡ് ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ, ഇത് പഠിക്കുമ്പോൾ പാരലി നിങ്ങൾ ഈ ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ എന്താണ്, അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യപ്പെടുന്നത്, പൊളിറ്റി ബുക്കിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. മലയാളത്തിലുള്ള എൻ്റെ പുസ്തകത്തിലും കൊടുത്തിട്ടുണ്ട്. അത് എടുത്ത് ക്ലാരിറ്റിയോടുകൂടി പഠിക്കണം. ഇതൊക്കെ സ്ഥിരം വരുന്ന ഏരിയാസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഏരിയയിൽ ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഇപ്പൊ തന്നെ പഠിക്കുക, ആ ഏരിയ എടുത്ത് പഠിക്കുക. ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ ഡാർജിലിംഗ് ആൻഡ് കലിംപോങ് ഏരിയയ്ക്ക് സെറ്റ് ചെയ്തു. ഈ ഏരിയയുടെ പ്രത്യേകത എന്താണ്? ഗൂർഖാസ് ഏറ്റവും കൂടുതലുള്ള ഒരു ഏരിയയാണ് അല്ലെ? It was formed as a result of tripartite agreement between the West Bengal government, the center and Gurkha Jan Mukti Morcha. GTA was formed GTA was formed to replace Darjeeling Gurkha Hill Council, which was formed in 1988 and administrated the Darjeeling Hills for 23 years. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ ഒക്കെ പുസ്തകം നോക്കിയിട്ട് മനസ്സിലാക്കുക. ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ, അപ്പോയിന്റ്മെന്റ്സ്, പവർ, ഇത്രയും കാര്യങ്ങൾ ക്ലാരിറ്റിയോടെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ബേസിക് ബുക്ക് എടുത്ത് നിങ്ങൾ ആ ഏരിയ ഒന്ന് നോക്കുക. Gurkhaland territorial administration presently consists of 3 hill subdivisions: Darjeeling, Kurseong, Mirik. ആ ഹിൽസോടെ ഹിൽ സബ്ഡിവിഷനോട് നോക്കുക. വേൾഡ് കോട്ടൺ ഡേ നമ്മൾ 7 ഒക്ടോബറിൽ സെലിബ്രേറ്റ് ചെയ്തു. കഴിഞ്ഞ വർഷത്തെ പ്രളയം ഉണ്ടായിരുന്നു. കോട്ടൺ എവിടെയാണ് രൂപം കൊള്ളുന്നത്, ഏത് സോയിലാണ് രൂപം കൊള്ളുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പൊ കോട്ടൺ ഏത് സോയിലാണ് ഉണ്ടാവുക? ഏത് സോയിലാണ്? ഏതാ പറയണം? ബ്ലാക്ക് സോയിൽ അല്ലേ? ബ്ലാക്ക് സോയിൽ അല്ലേ? അതെ, ക്ലാരിറ്റി വേണം. അറ്റ്ലീസ്റ്റ് ആ ബ്ലാക്ക് എന്നുള്ള കണക്ടിങ് വേർഡ് എങ്കിലും ഓർത്തിരിക്കണം. ഇത് ജോഗ്രഫി പുസ്തകത്തിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ജോഗ്രഫി ഒന്നും നമുക്ക് ഒത്തിരി ഒന്നും പഠിക്കാനില്ല, അവിടെ 2 പുസ്തകമേ പഠിക്കാനുള്ളൂ അല്ലേ? +1 ഇന്ത്യ ഫിസിക്കൽ ജോഗ്രഫിയും ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി, ഈ 2 പുസ്തകങ്ങളാണ് ജോഗ്രഫിക്ക്. എല്ലാ റാങ്ക് ഹോൾഡേഴ്സും അവർ സജസ്റ്റ് ചെയ്യുന്നു അത് തന്നെയാണ്. സർവീസ് കിട്ടിയവരും ഒക്കെ അത് പഠിച്ചാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഗോചങ് ലിയോങ്ങും ആണ് പറയാറുള്ളത്. അതൊന്നും അത്ര ഒരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ഒന്നും അല്ല. പക്ഷെ അത് കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെഷൻസ് നമ്മളിപ്പോൾ അതിന്റെ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ വരും എന്നുള്ളതിന്റെ ഒരു സെഷനോടെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ പ്രിലിം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട്. സോ ജനസിസ് international the event stems from the Cotton Force official application for the recognition of World's Cotton Day by the United Nations General Assembly. Cotton for countries ഏതൊക്കെയാണ്? ബെനിൻ, ബുർക്കിനോ ഫാസോ, ചാഡ് ആൻഡ് മാലി. ഇന്ത്യയുടെ പ്രീമിയം കോട്ടൺ പുതിയ പേര് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരെന്താ? കസ്തൂരി കോട്ടൺ. അതിന്റെ ഗുണം എന്താണ്? വൈറ്റ്നെസ്സും ബ്രൈറ്റ്നെസ്സും സോഫ്റ്റ്നെസ്സും കൂടുതലാണ്. അതുപോലെ കേരളത്തിൽ നിന്ന് കോട്ടൺ പോപ്പുലർ ആയിട്ടുള്ളതുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓഫീസ് അലങ്കരിക്കുന്ന കോട്ടൺ കേരളത്തിൽ നിന്നുള്ളതാണ്. ഏതാണെന്നറിയാമോ? എവിടെ നിന്നുള്ള കോട്ടൺ ആണെന്നറിയാം? ചിറ്റൂരാണ്. കണ്ണൂരിൽ നിന്നുള്ള കോട്ടൺ ആണ് അമേരിക്കൻ പ്രസിഡന്റ് ഓഫീസിന്റെ വാൾസ് പോലും അലങ്കരിക്കുന്നത്. ഇന്ത്യയുടെ സെക്കൻഡ് ലാർജസ്റ്റ് കോട്ടൺ പ്രൊഡ്യൂസർ, ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോട്ടൺ ആണ്. ഇപ്പൊ കോട്ടൺ, റൈസ്, വീറ്റ്, പൾസസ്, ഇതൊക്കെ നമ്മുടെ പൊസിഷനും കൂടെ നോക്കുക. അതുപോലെ മിൽക്ക് പ്രൊഡക്ഷൻ, നമ്മുടെ പൊസിഷൻ നോക്കുക. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് സൈഡിലൊന്ന് നോട്ട് ചെയ്തു. ഓർഗാനിക് പ്രൊഡക്ഷന്റെ 51% നമ്മുടെയാണ്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, CRPFന്റെ പാർട്ടാണ്. അവരുടെ റോള് റൈറ്റ് ലൈക്ക് സിറ്റുവേഷൻസ്, ക്രൗഡ് കൺട്രോൾ ഒക്കെയാണ്. സെർവിങ് ഹ്യൂമാനിറ്റി വിത്ത് സെൻസിറ്റീവ് പോലീസിങ്, ഇതാണ് അവരുടെ ഉദ്ദേശം. പോലീസ് അല്ലെ ഫോഴ്സസുമായി ബന്ധപ്പെട്ട ചോദ്യം UPSC ചോദിക്കാറുണ്ട്.
എനിക്ക് തോന്നുന്നു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ കുറിച്ച് നേരത്തെ ഒരു തവണ ചോദ്യം വന്നിട്ടുണ്ട്. 33, ടോപ്പിക് നമ്പർ 33, ഇന്റർനാഷണൽ ബാർ കോഡ് ഓഫ് ലൈഫ്. DNA ബാർകോഡിംഗ് ആണ്. 26 നേഷൻസ് ഇതിന്റെ റിസർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ബാർകോഡ് ഓഫ് ലൈഫ് ഡാറ്റ സിസ്റ്റംസ്, അത് ഏതാണ്ട് 5000-ൽ പരം സ്പീഷീസിനെ ഇതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഓരോ ജീവിജാലങ്ങളെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ബാർകോഡിങ്ങിലൂടെ യുണൈറ്റ് DNA ബാർകോഡിങ്ങിലൂടെ ലഭിക്കുകയാണ്. Overall task of IBOL researchers is to collect and curate specimens and organize their DNA sequences into reference library used for global species identification. നോബൽ ലിറ്ററേച്ചർ പ്രൈസ്, നോബൽ പ്രൈസ് എല്ലാം ഒന്ന് ഓടിച്ചു നോക്കണം ഇത്തവണ. പ്രത്യേകിച്ചും കെമിസ്ട്രി, സയൻസ് എന്നുള്ള ചോദ്യത്തിൽ ഒരെണ്ണം നോബൽ പ്രൈസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ നോക്കുക. അതുപോലെ എക്കണോമിക്സിന്റെ നോബൽ പ്രൈസ് എന്തിനാണ് കിട്ടിയത്, ലിറ്ററേച്ചറിൻ്റെതും നോക്കണം. ലൂയിസ് ഗ്ലുക്കാണ്, അദ്ദേഹത്തിനാണ് ലിറ്ററേച്ചർ പ്രൈസ് കിട്ടിയത്. പുലിസ്റ്റർ പ്രൈസ് നേരത്തെ കിട്ടിയിരുന്നു. ഈ കഴിഞ്ഞ പതിറ്റാണ്ടില് നോബൽ പ്രൈസ് കിട്ടുന്ന 4ാമത്തെ വനിതയാണ്. അവര് ധാര കൊടുക്കുന്ന സ്വീഡിഷ് അക്കാഡമിയാണ് കൊടുക്കുന്നത്. സ്റ്റോക്ക്ഹോം ആണ് ബേസ്. ആന്തോളൻ ഫോർ COVID-19 അപ്രോപ്രിയേറ്റ് ബിഹേവിയർ, PM മോഡി ലോഞ്ച് ചെയ്തു. ഫെസ്റ്റിവൽസ് ആൻഡ് വിന്റർ സീസൺ, ഓപ്പണിംഗ് അപ്പ് ഓഫ് എക്കോണമി, people to unite to fight corona. He urged the people to always remember to wear a mask, wash hands, follow social distance. Air Force Day October 8 ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. രുദ്രം ആന്റി റേഡിയേഷൻ മിസൈൽ. ഇന്ത്യൻ എയർഫോഴ്സ് ലോകത്തിലെ തന്നെ ഏറ്റവും 4ാമത്തെ വലിയ എയർഫോഴ്സ്. സുഖിയോ 30 ഫൈറ്റർ എയർക്രാഫ്റ്റ് നമ്മൾ ടെസ്റ്റ് ഫയർ ചെയ്തു. ഇതെന്താണ്, 100 to 150 ആണ്. എയർ ടു ഗ്രൗണ്ട് മിസൈലാണ്. മുമ്പേ കണ്ട ബ്രഹ്മോസ് എന്തായാലും ഓർക്കുന്നുണ്ടോ? നിങ്ങളത് മൈൻഡിൽ ഒന്ന് കുറിച്ചിടണം. S2S, ഇതെന്താണ്? A2G, എയർ ടു ഗ്രൗണ്ട്, ആകാശത്തിൽ നിന്ന് നേരെ ഗ്രൗണ്ടിലേക്ക്. രുദ്രം ആന്റി റേഡിയേഷൻ മിസൈൽ. The missile has been designed for suppression of enemy air defenses. Enemy air defenses systemത്തിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. Missile can be launched from varying range of altitudes for destroying enemy surveillance radars, communication system. അതിനെയൊക്കെ തകർക്കാൻ പറ്റും. രുദ്രം നോട്ട് ചെയ്യും. Private colleges and institutions that offer professional and technical courses have a complete discretion to do away with their non-resident Indian quota of seats for giving a reasonable prior notice. NRI quota, NRI quotയുമായി ബന്ധപ്പെട്ട ഒരു വിധിയാണ് വന്നത്. Change in seat metrics introduced in private medical and dental colleges in Rajasthan for postgraduate courses. അപ്പോൾ പ്രൈവറ്റ് കോളേജസിൽ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ കോഴ്സസ് ഹാവ് കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. NRI's quota of seats. അത് റീസണബിൾ പ്രയർ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഒക്കെ വരുത്താനുള്ള ഒരു അധികാരം അവർക്കുണ്ട്. ഇപ്പൊ ആവശ്യത്തിന് ആപ്ലിക്കേഷൻസ് ഒന്നും ലഭിക്കുന്നില്ല. റിസ്ക് വെയിറ്റേജ് എന്ന് വെച്ചാൽ എന്താണ്? റിസ്ക് വെയിറ്റേജ് എന്ന് വെച്ചാൽ ബാങ്കുകൾ കീപ്പ് ചെയ്യും ലോൺ ഡിഫോൾട്ട്സ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാങ്കുകൾ കീപ്പ് ചെയ്യുന്ന എമൗണ്ട് അത് ഹൗസിംഗ് ലോൺസിലും അത് റിസ്ക് വെയിറ്റേജ് RBI ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. കിർഗിസ്ഥാനിൽ എന്ത് സംഭവിച്ചു? സ്ട്രീറ്റ് പ്രൊട്ടസ്റ്റ് നടന്നു. എന്താ കാര്യം? എന്തിനാണ് നടന്ന? സെൻട്രൽ ഏഷ്യയിലെ ഓൺലി ഡെമോക്രസി എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഒരു രാജ്യമാണ് കിർഗിസ്ഥാൻ. ബിഷക്കാണ് അവരുടെ ക്യാപിറ്റൽ. ലാൻഡ് ലോക്ക്ഡ് സെൻട്രൽ ഏഷ്യൻ കൺട്രിയാണ്. അവർക്ക് ഒരു ലോങ് ബോർഡർ ഉണ്ട് ചൈനയായിട്ട്. കിർഗിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും അവരുടെ റോഡ് ഇനിഷ്യേറ്റീവ്സ് പോകുന്നു.
റഷ്യ-ലെഡ് കളക്റ്റീവ് സെക്യൂരിറ്റി ട്രീറ്റി ഓർഗനൈസേഷന്റെ മെമ്പറാണ്. റഷ്യൻ എയർബേസും അവിടെ. നാഷണൽ ബട്ടർഫ്ലൈ അതിൽ 3 എണ്ണമാണ് വന്നത്. ഒന്ന് കൃഷ്ണ പീക്കോ, പാപ്പിലോ കൃഷ്ണ, ഇന്ത്യൻ ജസ്ബൽ, ഓറഞ്ച് ഒക്കലീഫ്. ഇത് 3 പ്രത്യേക ഫീച്ചേഴ്സ് ഉള്ളവയാണ് എന്ന് മനസ്സിലാക്കുക. അവയ്ക്കൊക്കെ പലപ്പോഴും ഡെഡ് ലീഫ് പോലെയൊക്കെ മാറാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്, ഓന്തുകളൊക്കെ മാറുന്നത്. ടൂപ്ലസ് ടോക്ക് ഡിഫൻസ് ആൻഡ് ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റ് നടന്നു. ഓസ്ട്രേലിയ, ജപ്പാൻ ആൻഡ് US മിനിസ്റ്റീരിയൽ. മരുമാണി ടോപ്പിക് നമ്പർ 43. മരുമാണി ഇതൊരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ്. മരുമാനി എന്ന് വെച്ചാൽ ജുവൽസ് ഓഫ് ഡെസേർട്ട് എന്നാണ്. ജയ്പൂർ ബേസ്ഡ് മീഡിയ അഡ്വക്കസി ഓർഗനൈസേഷൻ ലോക് സംവാദ് സംസ്ഥാൻ അവര് APJ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ചേർന്നിട്ടാണ് ചെയ്തിരിക്കുന്നത്. The campaign seeks to raise financial support for the famed musicians of desert districts of Rajasthan who are suffering severe hardships due to prolonged corona crisis and accompanying lockdown. അവിടെയുള്ള ഫോക്ക് ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഈവന്റ് ആണ് മരുമാണി. ഗർഭ നവരാത്രിയില് എന്ത് ചെയ്തു? ബാൻ ചെയ്തു. എന്താണ് ഗർഭ? ഫോക്ക് ഡാൻസ് ആണ് ഗുജറാത്തിൽ. ഗർഭ നൃത്തം അല്ലെ? ഗർഭ ഡേവ് വിച്ച് ഈസ് an earthen pot with holes. ആർട്ട് ആൻഡ് കൾച്ചറുമാണ് പ്രധാനപ്പെട്ടതുമാണ്. ഈ ഡാൻസ് പെർഫോംഡ് ഇൻ സർക്കുലർ ഫോം ബൈ ദ വില്ലേജ്. വട്ടത്തിൽ നിന്നിട്ട് അർബൻ വുമൺ റിതമിക് ക്ലാപ്പിങ്ങോട് കൂടി തലയിൽ ഒരു കുടമൊക്കെ വെച്ചിട്ട്. ഇറ്റ് ഈസ് പെർഫോംഡ് ഡ്യൂറിംഗ് ദ ഒക്കേഷൻ ഓഫ് നവരാത്രി, ശരത് പൂർണിമ ആൻഡ് ബസന്ത് പഞ്ചാരി. പക്ഷെ ഇത്തവണ നിരോധിക്കാനുള്ള കാര്യം കോവിഡ് വന്നതാണ്. അടുത്ത ആനിമൽ ആൻഡ് പ്ലാന്റ് ഡിസ്കവറീസ് 2019. സുവോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ. ഈ സുവോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ തന്നെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇവയെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് പ്രധാനപ്പെട്ടതാണ്, നോക്കിപ്പോക്കണം. ആനിമൽ ഡിസ്കവറീസ്, പ്ലാന്റ് ഡിസ്കവറീസ് 368 ഫോണൽ സ്പീഷീസ് ഐഡന്റിഫൈ ചെയ്തു. And 116 species are being spotted for the first time in India. Plant discovery 180 new plant species. അതിൽ 73 ആദ്യമായിട്ടാണ് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ടതൊക്കെ ഒന്ന് നോക്കിയാൽ ഇതിൽ എല്ലാം ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. ഇമ്പോർട്ടന്റ് റോക്ക് ഡെല്ലിംഗ് ഗെക്കോ, അത് വെസ്റ്റേൺ ഗട്ട്സിലുള്ളതാണ്. സ്പിറിയോർത്തിക്ക മഗധ ഒരു ബറോവിംഗ് ഫ്രോഗ് ആണ്, ജാർഖണ്ഡിൽ നിന്ന്. Inoplotruus tawanganis, a dung beetle from Tawang, a wild ginger variety, Ammonium nagamensis, discovered from forest behind Kohina Zoo in Nagaland. A wild fern, Petrius siberiana, found not just in Kerala but also in Tamil Nadu and Maharashtra. Fern ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. International Asia area. Union Territory of Jammu and Kashmir will host 50th Annual SCAL International Asia Area Congress 2021. ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ആണ് ടൂറിസവും ഫ്രണ്ട്ഷിപ്പും പ്രൊമോട്ട് ചെയ്യാൻ. $10 budget 10-minute campaign, anti-dengue campaign. എല്ലാ സൺഡേയും എന്ത് ചെയ്യണം? Campaign requires Delhi residents to give 10 minutes every Sunday to ensure there is no stagnant water in their houses or surroundings. Dengue mosquitoesനെ കൊല്ലാൻ വേണ്ടിയാണ്. അതുപോലെ ഗോവ ഡിക്ലെയർഡ് ഫസ്റ്റ് ഹർ ഘർ ജൽ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ടാപ്പ് വാട്ടർ കണക്ഷൻ എല്ലാ റൂറൽ ഹൗസ് ഹോൾഡ്സിലും കൊടുത്തിരിക്കും. ഭായ് താരു സിംഗ്, ഇത് പഞ്ചാബ് ഗവൺമെന്റ് ഓൾ ഇന്ത്യ പത്രത്തിൽ പരസ്യമൊക്കെ കൊടുത്തിരുന്നു. ഭായ് താരു സിംഗിന്റെ 30ാമത്തെ ബർത്ത് ആനിവേഴ്സറിയാണ്. ഇദ്ദേഹം ആരായിരുന്നു?
നിങ്ങൾക്ക് പലപ്പോഴും ഫ്രീഡം ഫൈറ്റേഴ്സിനെയോ അല്ലെ മാർട്ടേഴ്സിന് ഒക്കെ നോക്കിയ UPSC പലപ്പോഴും ചോദിക്കുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചല്ല ചോദിക്കുന്നത്, ആണോ? അത്ര സോ കോൾഡ് പോപ്പുലർ അല്ലാത്ത ആളുകളെ പേരൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഹി വാസ് എ പ്രോമിനന്റ് സിഖ് മാർട്ടിയർ known for sacrificing his life in the name of protecting Sikh values by having had his head scalped rather than cutting his hair and converting to Islam. അദ്ദേഹം ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല. അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹത്തെ ബെഹട്ട് ചെയ്തു. ഗവാസ്ത കവച്, ചിപ്പ് മെയ്ഡ് ഓഫ് കൗഡങ്കി എന്നുള്ള ഒരു സംഗതിയാണ്. ശ്രീ ഗോശാലയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ ക്ലിപ്പിന്റെ പ്രത്യേകത എന്താണ്? റേഡിയേഷൻ ഫ്രം മൊബൈൽ ഹാൻഡ്സെറ്റ്സ് ഈ ചിപ്പ് എന്നാണ് പറയുന്നത്. റേഡിയേഷൻ കുറയ്ക്കുന്നതാണ് പറയുന്നത്. ഇതാണ് ഇടയ്ക്ക് കുറെ ട്രോളും ഒക്കെ ചെയ്തത് അല്ലേ? ടോപ്പിക് നമ്പർ 50. സിംഗിൾ SBI ബ്രാഞ്ച് ഫോർ ഓൾ FCRA അക്കൗണ്ട്സ്. FCRA എന്ന് വെച്ചാൽ എന്താണ്? ഫോറിൻ ഡൊണേഷൻസ് വരണമെങ്കിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം വരുന്നത്. അപ്പൊ അത് വരുന്നതിനൊരു സിംഗിൾ അക്കൗണ്ട് റെഡി ആക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത് SBIയുടെ ഡൽഹി ബ്രാഞ്ച് വഴി മാത്രമേ ഇനി വരാൻ പറ്റത്തുള്ളൂ. ടോപ്പിക് നമ്പർ 51. ചുഷൂൽ, അത് ലേ ലഡാക്കിലുള്ള ഒരു വില്ലേജ് ആണ്, ചുഷൂൽ വാലി. ഇത് എന്താ വാർത്ത വരാനുള്ള കാര്യം? നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട റസാംഗ്ല പാൻഗോങ് ലേക്ക് അതിനോടടുത്താണ് ഉള്ളത്. ബോർഡർ പേഴ്സണൽ മീറ്റിംഗ് പോയിന്റ്സ് ആണ്. ലാസ്റ്റ് മാൻ ലാസ്റ്റ് റൗണ്ട്, ഇന്ത്യൻ ആർമി ഹു ഫോട്ട് ദ ഫേമസ് Indo-China War in November 18, 1962. Without this crucial victory, the territory might have been captured by China. നമ്മൾ അന്ന് അവിടെ ജയിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ആ പ്രദേശവും കൂടെ ചൈന കൈക്കലാക്കിയിരുന്നു. അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു അഭിമാന സ്തംഭമാണ് ഈ ചുഷൂൽ വാലി, ചുഷൂൽ വില്ലേജ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. എർത്ത് ഷോട്ട് പ്രൈസ് പ്രിൻസ് വില്യം ആൻഡ് റോയൽ ഫൗണ്ടേഷൻ ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. എൻവയോൺമെന്റൽ ആൻഡ് ക്ലൈമറ്റ് ക്രൈസിന് വേണ്ടിയിട്ട് റിപ്പയർ പ്ലാനറ്റ് ഓവർ ദ നെക്സ്റ്റ് ഡിക്കേഡ്, ഇതാണ് ഉദ്ദേശം. ക്ലീൻ എയർ, പ്രൊട്ടക്ട് ആൻഡ് റിസ്റ്റോർ നേച്ചർ, ബിൽഡിംഗ് എ വേസ്റ്റ് ഫ്രീ വേൾഡ്, ഫിക്സ് അവർ ക്ലൈമറ്റ്. വാട്ട് ആർ മർഡർ ഹോണറ്റ്സ് ആൻഡ് ഫറീപ്പസ് കാറ്റർപില്ലേഴ്സ്? ഫറീപ്പസ് കാറ്റർപില്ലർ എന്ന് പറയുന്നത് ഫാർലെസ് വിഷ്യസ് ഹൗസ് ക്യാറ്റ് ആണ്. Named after the farless vicious house cat, Furipus caterpillar. ഇത് ഈ കാറ്റർപില്ലറിന്റെ പ്രത്യേകത എന്താണ്? It is essentially a southern flannel moth in its larva stage. മോത്തും ബട്ടർഫ്ലൈ ഒന്നാണ്. മോത്ത് ആഫ്റ്റർ മെറ്റമോർഫിസ് ഡിഫറൻസ് ഉണ്ട് അല്ലേ? After metamorphosis, the insect no longer poses a threat. The caterpillar is widely regarded as one of the most poisonous of its kind in the United States. അത് വളരെ പോയിസണസ് ആണ്. എന്നാൽ അത് മെറ്റമോർഫോസിസിന് ശേഷം അത്രയും പ്രശ്നമില്ല. മർഡർ ഹോണസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈസ്റ്റ് ഏഷ്യയുടെ നേറ്റീവ് ആണ്. Predators are infamous for ruthlessly ripping apart honeybees and decimating their hives. However, they also pose a threat to human beings. Their potent stingers deliver venom. Rise in the population of both insects in the United States. Murder hornet. അതും ഒരു ത്രെട്ട് ഉണ്ടാക്കുന്നതാണ് ഹ്യൂമൻ ബീങ്സ്. അക്വാനപോണിക്സ് എന്ന് വെച്ചാൽ അക്വാപോണിക്സ് നമുക്ക് മെയിനകത്തൊക്കെ എക്സാമ്പിൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അക്വാപോണിക്സിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. അക്വാപോണിക്സ് എന്ന് വെച്ചാൽ പ്ലാന്റ്സും ഫിഷസും ഒരുമിച്ച് വളർത്തുന്ന കൃഷി രീതിയാണ്. അതായത് നിങ്ങൾ ജപ്പാനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ റൈസും ഫിഷസും ഒരുമിച്ചാണ് വളർത്തുന്നത്. അതുകൊണ്ടുള്ള ഗുണം ഫിഷ് വേസ്റ്റ് റൈസ് വളരുകയും ചെയ്യും. അപ്പൊ അത്
പിന്നെ നമുക്ക് ഒരുപാട് വളരെ മാസ്സായിട്ട് ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് പ്രോഫിറ്റ് നന്നായിട്ട് കൂടും അക്വാപോണിക്സ്. അപ്പൊ ഇതെന്താണെന്നുള്ളത് മനസ്സിലാക്കുക, ആ ടേം മനസ്സിലാക്കണം. ഇത് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അറ്റ്ലീസ്റ്റ് നമുക്കൊരു പിന്നീടാണല്ലോ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ് ഈ അക്വാപോണിക്സ് എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്? The plants observe organic nutrients and filter the water. അത് വെള്ളം ശുദ്ധീകരിക്കും. ഈ ഫിൽറ്റേർഡ് വാട്ടർ is used to replenish the fish tank. This is an environment friendly രീതി aquaponics. ന്യൂ ഷെപ്പേർഡ് റോക്കറ്റ് സിസ്റ്റം. അമേരിക്കയുടെ ആമസോണിന്റെ ഫൗണ്ടറായ ജെഫ് ബെസോസിന്റെ സ്പേസ് കമ്പനി ബ്ലൂ ഒറിജിൻ ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? ന്യൂ ഷെപ്പേർഡ് ടൂറിസ്റ്റുകളെ സ്പേസിൽ എത്തിക്കാൻ വേണ്ടി. 100 kilometers flights ആണ്, above earth accommodation for payloads. Essentially, it is a rocket system that has been designed to take astronauts and research payloads past the Karman line, the internationally recognized boundary of space. Infuser എന്നുള്ളത് എന്താണ്? Infuser, Environmental Information Service. It is a very high resolution city scale model. Air pollution hotspots ലാണ് ഇത് ഓപ്പറേഷണലൈസ് ചെയ്യുന്നത്. ഇൻഫ്യൂസറിന്റെ പ്രത്യേകത ഡാറ്റ, എയർ ക്വാളിറ്റി, ഡിസ്ക്രിപ്ഷൻ, ബിൽഡിങ്സ്, ലാൻഡ് യൂസ് ഇൻഫർമേഷൻ, ഈ ഡാറ്റാസ് എല്ലാം തന്നെ നമുക്ക് വളരെ വേഗത്തിൽ ലഭിക്കും. അടുത്ത, പാകിസ്ഥാൻ റീ ഇലക്റ്റഡ് ടു യുഎൻസ് റൈറ്റ്സ് ബോഡി. ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലേക്ക് അവരെ ഇലക്ട് ചെയ്യപ്പെട്ടു. ബോർഡർ ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ, ടോപ്പിക് നമ്പർ 58. അഡ്വർടൈസേഴ്സിന്റെ ഒരു ഓർഗനൈസേഷൻ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. 59. നന്ദൻകാനൻ സുവോളജിക്കൽ പാർക്ക്. വാർത്ത വരുന്നതൊക്കെ നോക്കിക്കോണം. ചന്ദക ഗാംബര വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ പാട്ടാണ്. നിങ്ങൾ ഈ ചന്ദക ഗാംബര വൈൽഡ് ലൈഫ് സാങ്ച്വറി, നന്ദൻകാനൻ സുവോളജിക്കൽ പാർക്ക്, ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ മനസ്സിലാക്കാം. ഇത് കഴിഞ്ഞ ദിവസം ഞാനിത് എടുത്തതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഓൺലി സുവോളജിക്കൽ പാർക്ക് ഇൻ ഇന്ത്യ ടു ബിക്കം ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പർ ഓഫ് വേൾഡ് അസോസിയേഷൻ ഓഫ് സൂസ് ആൻഡ് അക്വേറിയം, വാസ മെമ്പർ ആയിട്ടുള്ള ഏക സുവോളജിക്കൽ പാർക്കാണ്. അപ്പൊ ഇത് എവിടെയാണ്? അവിടെ മറ്റൊരു കാര്യം, വൈറ്റ് ടൈഗേഴ്സ് അവിടെയുണ്ട്. ഫസ്റ്റ് ഗരിയൽസിന്റെ ബ്രീഡിംഗ് സെന്റർ ആണ് ഗരിയൽ. കനീച്ച ലേക്ക്, അതും ഇവിടെ തന്നെ ഉള്ളതാണ്, ഒരു വെറ്റ്ലാൻഡാണ്. ഇന്ത്യൻ പാങ്കുലിനും ലോങ് ബിൽഡ് വൾച്ചേഴ്സും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ? ഇത് ആണോ? കഴിഞ്ഞ മാസത്തിനകത്ത് കണ്ടതാണ് ആണോ? അതെ, ഇത് ഒരു പ്രധാനപ്പെട്ടതാണ്, ഒന്ന് നോട്ട് ചെയ്യണം. നിങ്ങളിത് മെമ്മറിയിലൊന്നും നിൽക്കൂല കേട്ടോ. മെമ്മറി നിൽക്കുമെന്ന് ചിന്തിച്ചാൽ നിൽക്കത്തില്ല ഇതൊന്നും. ഇതൊക്കെ സൈഡിൽ ഒരു നോട്ട്ബുക്കിലൂടെ ഇപ്പൊ ക്ലാസ് നടക്കുമ്പോൾ തന്നെ എഴുതി പോകും. അല്ലെങ്കിൽ എന്നിട്ട് ലാസ്റ്റ് തലേ ദിവസം ഇത് ഓടിച്ചു വിടും. പ്രിലിമിന്റെ തൊട്ട് തലേ ദിവസം ഭയങ്കര സ്പീഡിൽ ഓടിച്ചു വിടും. ഓടിച്ചു വിടാൻ പറ്റും, അത് പെട്ടെന്ന് വായിച്ചു വിടാൻ പറ്റും. അല്ല 1-2 ദിവസം മുമ്പ്. പീപ്പിൾസ് അലയൻസ് ഫോർ ബുക്കാർ ഡിക്ലറേഷൻ മുമ്പ് കണ്ടത് തന്നെയാണ്. തായ്വാൻ സ്ട്രൈറ്റ്, അത് മെയിൻലാൻഡ് ചൈനയെ ഐലൻഡ് ഓഫ് തായ്വാനുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഇത് ഫോർമോസ സ്ട്രൈറ്റ് എന്നും തായ് ഹായ് എന്നും അറിയപ്പെടുന്നു. ഇത് സൗത്ത് ചൈന സീയുടെ ഭാഗമാണ്. നോർത്തേൺ പോർഷൻ ഈസ്റ്റ് ചൈന സീയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. റെഡ് ലൈറ്റ് ഓൺ, ഗാഡി ഓഫ് ഇനിഷ്യേറ്റീവ്, യുദ്ധ പ്രദൂഷൺ കെ വിരുദ്ധ ക്യാമ്പയിൻ, ഡൽഹി ഗവൺമെന്റ്. എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യും. അതിനുവേണ്ടി എന്താ ചെയ്യുന്നത്? ഡൽഹിയിൽ 1 കോടി വാഹനങ്ങളുണ്ട് രജിസ്റ്റർ ചെയ്യും. അതിൽ 10 ലക്ഷം ടേൺ ഓഫ് ദെയർ ഇഗ്നിഷൻ ആൻഡ് ട്രാഫിക് സിഗ്നൽസ്. ഏതാണ്ട് 1.5 ടൺ എമിഷൻസ് റിഡ്യൂസ് ചെയ്യപ്പെടും. സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഈ ഫിഗറൊക്കെ നിങ്ങൾക്ക് എടുത്തു വെക്കാം. അതായത് ട്രാഫിക് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യം എന്താണ്?
വണ്ടി ഓൺ ആക്കിയിടും, ആണോ? നമ്മൾ വണ്ടി ഓഫ് ആക്കിയാൽ പോലും എമിഷൻ കുറയ്ക്കാമെന്ന് പറയും, എയർ ക്വാളിറ്റി മെച്ചപ്പെടുത്തും. ഈറ്റ് റൈറ്റ് മൂവ്മെന്റ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തതാണ്. ഇതിന്റെ ഉദ്ദേശം എന്താണ്? സാൾട്ട്, ഷുഗർ ആൻഡ് ഓയിൽ കൺസംഷൻ 30% 3 വർഷത്തിനുള്ളിൽ കുറയ്ക്കുക. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ് നമ്മളെ രോഗികളാക്കുന്നത്, ആണോ? ഈ ജാപ്പനീസ് ഒക്കെ അവർക്ക് ആയുർദൈർഘ്യം കൂടാനുള്ള കാര്യം അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ്. ഗവൺമെന്റ് തന്നെ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവരിക ബെറ്റർ ഫുഡിലേക്ക്. മഹിളാ കിസാൻ ദിവസ്, ഫാർമേഴ്സ് വിമൻ ഫാർമേഴ്സ് 15th October ആണ്. ഇന്റർനാഷണൽ ഡേ ഓഫ് റൂറൽ വുമൻ UN ഒബ്സർവ് ചെയ്യാറുണ്ട്. അവയർനെസ്സും വിമൻ ഫാർമേഴ്സിനെ ഇൻകം ജനറേഷൻ ആക്ടിവിറ്റീസിൽ പ്രൊമോട്ട് ചെയ്യുക, ഇതാണ് ഉദ്ദേശം. ഔട്ട്കംസ് ഓഫ് ദ 3rd Assembly ഓഫ് IS, ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഇന്റർനാഷണൽ സോളാർ അലയൻസിനെ കുറിച്ച് പഠിക്കുക. അതിനെ ലീഡ് ചെയ്യുന്ന ആരാണ്? ഇന്ത്യയാണ് ലീഡ് ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യയും ഫ്രാൻസും ആണ് പ്രസിഡന്റും കോ പ്രസിഡന്റും. കുറെ അവാർഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഏതൊക്കെയാ? ഒന്ന് വിശ്വേശ്വരയ്യ അവാർഡ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്ലോട്ടിംഗ് സോളാർ കപ്പാസിറ്റി മാക്സിമം ഉള്ള കൺട്രീസിന് കൊടുക്കുകയാണ്. കൽപ്പന ചൗള അവാർഡ് സയന്റിസ്റ്റ്. ദിവാകർ അവാർഡ്. ദിവാകർ ആരാണ്? ദിവാകർ ആരാണ് നോർമലി? ദിവാകരൻ സൂര്യനല്ലേ, ആണോ? So differently abled people who have maximized the use of solar energy in the host country, അവർക്കൊരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷൻസ്. കാസ്പിയൻ വാർ ഗെയിംസ്. Russia kicks off Caspian war games. The war games are taking place north of Azerbaijan's Absheron Peninsula. അബ്ഷറോൺ പെനിൻസുല അസർബൈജാനിലാണ് എന്നുള്ളതും മനസ്സിലാക്കുക. Any stay on proceedings is valid only for 6 months. സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് സ്റ്റേക്ക് മാക്സിമം 6 മാസം വാലിഡിറ്റി ഉണ്ട്. സോജിലാട്ടാണ് പ്രധാനപ്പെട്ടതാണ്. ശ്രീനഗറിനെ ലേയുമായിട്ട് കണക്ട് ചെയ്യും. ബൈ ഡയറക്ഷണൽ ടണലാണ്. രാഷ്ട്രീയ ആജീവിക മിഷൻ. ദീൻദയാൽ അന്ത്യോദയ യോജന എന്നാണ് ഇതിന്റെ പേര്. റൂറൽ ലൈവ്ലിഹുഡ് മിഷനാണ് രാഷ്ട്രീയ ആജീവിക മിഷൻ. ഇതിന്റെ ഉദ്ദേശം എന്താണ്? വില്ലേജ് ഓണ്ടർപ്രണർഷിപ്പ്, അതിനെ സപ്പോർട്ട് ചെയ്യുക, ഇതൊക്കെയാണ് ഉദ്ദേശം. ഇസ്രയേൽ ആൻഡ് ബഹ്റൈൻ ടു ഫോർമലൈസ് ഡിപ്ലോമാറ്റിക് ടൈസ്. ഒരു US ബ്രോക്ക്ഡ് എഗ്രിമെന്റ് അവർ കൊണ്ടുവന്നു. അപ്പോൾ 3rd and 4th അറബ് സ്റ്റേറ്റ്സ് ആണ് UAEയും ബഹ്റിനും ഇസ്രയേലുമായിട്ട് എഗ്രിമെന്റ് വന്നത്. അതിന് മുമ്പ് ആരൊക്കെ വന്നിട്ടുണ്ട്? ഈജിപ്തും ജോർദാനും. ഇതെന്താ, എന്ത് പേരിലാണ് ഇത് അറിയപ്പെടുന്നത്? ചോദ്യം വരാൻ പോസിബിലിറ്റി ഉണ്ട് കേട്ടോ ഇത്തവണ. ആ 4 കൺട്രീസ് ഒന്ന് ഓർമ്മ വേണം. ഈജിപ്ത്, ജോർദാൻ, UAE, സ്കിൻസ് ഓഫ് ഇന്ത്യ, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. സ്കിൻസ് ഓഫ് ഇന്ത്യ ഒരു പബ്ലിക്കേഷനാണ്. 62 സ്പീഷീസിനെ ഇന്ത്യയുടെ ഹോമാണ്. അത് എൻഡമിക് ആണ് സ്കിൻസ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു മാഗസിൻ പബ്ലിഷ് ചെയ്തു. സ്കിൻസ് എന്ന് വെച്ചാൽ എന്താ? വിത്ത് ലോങ് ബോഡീസ്, റിലേറ്റീവ്ലി സ്മോൾ ഓർ നോ ലെഗ്സ്, നോ പ്രൊനൗൺസ്ഡ് നെക്ക്, no and glossy scales. Skins are common reptiles ആണ് skins. ഉരഗവർഗത്തിൽപ്പെടുന്നു. സാധന പാസ് ടോപ്പിക് നമ്പർ 72 നമ്മൾ കിടക്കുന്നു. ടോപ്പിക് നമ്പർ 72. സാധന പാസ് എന്ന് പറയുന്നത്
സ്റ്റെച്ചുവിൻ പാസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ജമ്മു ആൻഡ് കാശ്മീരിലെ മൗണ്ടൻ പാസ്, കുപ്വാര ഡിസ്ട്രിക്റ്റിൽ. സ്ലീനെക്സ് 20 നാവൽ എക്സസൈസ് ആരാണ്? ശ്രീലങ്ക, ഇന്ത്യ. സ്കെയിൽ ഇന്ത്യ ആപ്പ്, സ്കെയിൽ ഇന്ത്യ ആപ്പ്, ലെതർ സെക്ടർ സ്കിൽ കൗൺസിൽ, സ്കിൽ സർട്ടിഫിക്കേഷൻ അസസ്മെന്റ് അവർ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത ഗ്രാൻഡ് ICT ചലഞ്ച്, നാഷണൽ ജൽ ജീവൻ മിഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ട് ചേർന്നാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. കൺട്രിയുടെ ഫസ്റ്റ് മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക് ആസാമിൽ വന്നിട്ടുണ്ട്. അസഫൊറ്റീഡ, നമ്മൾ അസഫൊറ്റീഡ എന്ന് വെച്ചാൽ കായം നമ്മൾ മിക്കവാറും വീടുകളിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് ഇന്ത്യ കൾട്ടിവേറ്റ് ചെയ്യുന്നില്ല. 600 കോടി രൂപ വിലയുള്ള കായം നമ്മൾ എവിടുന്ന് വരുത്തുന്നുണ്ട്? പുറത്തുനിന്ന് ഒരു വർഷം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു പെരനിയൽ പ്ലാന്റ് ആണ്. ഈ പഞ്ചന്റ് ഹീങ് എന്ന് പറയുന്നത് റൂട്ടിലാണ് ഇതിന്റെ എന്താ പറയുക ന്യൂട്രിയൻസ് സേവ് ചെയ്യുന്നത്. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ അവിടെയൊക്കെ ഇത് എൻഡമിക് ആവുകയാണ്. അവരാണ് മെയിൻ ഗ്ലോബൽ സപ്ലയേഴ്സ്. ത്രൈവ്സ് ഡ്രൈ ആൻഡ് കോൾഡ് ഡെസേർട്ട് കണ്ടീഷൻസ്, അവിടെ ഉണ്ടാവും. ഡെസേർട്ടിൽ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ്. ഇപ്പൊ സയന്റിസ്റ്റ് എന്താ ചെയ്യുന്നത്? ഹീങ് ഇന്ത്യൻ ഹിമാലയാസിലും ഇത് വളർത്താൻ ശ്രമിക്കുക. ഹിമാചൽ പ്രദേശിലെ കവറിംഗ് വില്ലേജിൽ അതിന്റെ സപ്ലിങ്സ് ആണ്. ഒരു ഇൻട്രസ്റ്റ് ജനിപ്പിക്കേണ്ട ഒരു സംഗതിയാണ് ഹീങ്. നോക്ക്. പ്ലേസസ് ഇൻ ന്യൂസ്, ഫിജി.
ഹലോ ഹലോ, സോറി കണക്ഷൻ ഒന്ന് കട്ടായി. സോറി, കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? സ്ക്രീൻ കാണാമോ? നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയാസ് ഇൻ പർട്ടിക്കുലർ പ്രിലിം ഓറിയന്റഡ് ആയിട്ട് എക്സ്ക്ലൂസീവ് സെഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ റിവിഷൻ സെഷൻസ് വെക്കാം കേട്ടോ. മേജർ പോയിന്റ്സിന്റെ ഡിസ്കഷൻ വെച്ചാലെന്ന് പറഞ്ഞില്ലേ നമ്മുടെ മോക്ക് ടെസ്റ്റിന്റെ സിസാറ്റ്. സിസാറ്റിന്റെ വെക്കാം, അത് വെക്കാം. സിസാറ്റിന്റെ സെഷൻസും വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടന്റ് ഏരിയയുടെ ഒരു സെഷൻ വരുന്നുണ്ട്, അതിന്റെ കൂടെ ചേർത്ത് സിസാറ്റിന്റെ വെക്കാം. പിന്നെ വേറെ ഏതെങ്കിലും ടോപ്പിക് സയൻസ് ആൻഡ് ടെക് പ്ലാൻ ചെയ്യുന്നുണ്ട്. വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ടോ? നിങ്ങൾക്ക് റിവിഷൻസ് ലാസ്റ്റ് ഫൈനൽ ജോഗ്രഫി വേണേൽ നമുക്ക് ഈ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ വരാൻ പോസിബിലിറ്റി ഉള്ള ഏരിയാസ് മാത്രം ഒന്ന് ഒരു സെഷൻ വെക്കണം. കഴിഞ്ഞ അങ്ങനെ അങ്ങനെ വേണേൽ അത് ചെയ്യാം, അങ്ങനെ ഒരു സെഷൻ വെക്കാം. വേറെ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ? നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് വേണം എന്നുള്ള ഏരിയാസ്? എൻവയോൺമെന്റ് ഇപ്പൊ സാറ് ചെയ്യുന്നുണ്ട്, സാറ് ഓൾറെഡി ഇപ്പൊ ചെയ്തു, സെഷൻ ഉണ്ട്. പിന്നെ എക്കണോമിയുടെ വെക്കുന്നുണ്ട് കേട്ടോ, എക്കണോമിയുടെ സെഷൻ പ്ലാൻ ചെയ്യും. ഓക്കെ, അടുത്തത് മലബാർ നേവൽ എക്സസൈസ്. ആരൊക്കെയാ അതിൽ പങ്കെടുത്ത്? ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ ആൻഡ് US. ശ്രദ്ധിക്കും. Pearl River Estuary, അത് ഹോങ്കോങ്, മക്കാവു. Pearl River Estuary includes Hong Kong, Macau, as well as the mainland Chinese cities of Shenzhen, Guangzhou, Dongguan. Chinese pink dolphins are making a comeback in the Pearl River Estuary, one of the most heavily industrialized areas on Earth. Chinese pink dolphins അവിടെ തിരിച്ചു വരുവാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? അതൊരു ഇൻഡസ്ട്രിയലൈസ്ഡ് ഏരിയ ആണ്. ഇതൊന്നും മനസ്സിലായി, ഇതൊരു പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് വേണം നിങ്ങൾക്ക് കൊണ്ടുവരാം. ആ കേസ് ഒന്ന് പഠിക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ അവിടെ നിന്ന് പോയ പിങ്ക് പേൾ, ചൈനീസ് പിങ്ക് ഡോൾഫിൻസ് തിരിച്ചു വരും. 82 ഇൻസ്പ്രിംഗ് ബോർഡ്, IIT മദ്രാസും ഇന്ത്യൻ ബാങ്കും കൂടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്. സ്റ്റാർട്ടപ്സിനെ ഫണ്ട് ചെയ്യും. ഇത് എത്ര വരെയുള്ളവർക്ക് കൊടുക്കും? 50 കോടി രൂപ വരെ ഫണ്ടുള്ളവർക്ക് ഇത് അവർ കൊടുക്കും. ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, ഇതൊരു കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്. ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് മണി ഫ്രം ഇൻഡിവിജ്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ്. സെബി ആണ് റെഗുലേറ്റ് ചെയ്യുക. ഡംചോക്ക് സെക്ടർ, ഡംചോക്ക് എവിടെയാണ്? ഇതൊരു ഡിസ്പ്യൂട്ടഡ് റീജിയൻ ആണ്, ലഡാക്കിലേത്. ആൻഡ് ഡംഗു നഗരി പെർഫെക്ചർ, ഇത് ചാർഡിംഗ്, നുള്ള, ഇൻഡസ് റിവർ ഇതിന്റെയൊക്കെ കോൺഫ്ലുവൻസിലാണ്. ഇപ്പൊ ഇന്ത്യൻ സിനോ ബോർഡർ ഡിസ്പ്യൂട്ട് വന്നപ്പോൾ ഈ ഡിസ്പ്യൂട്ടഡ് റീജിയൻ രണ്ടുപേരും അവരുടേതാണെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ അവിടെ ഒരു ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളും ഉണ്ട്. Chinese soldier who strayed across LAC in Ladakh Demchok sector released. അപ്പോൾ ഡംചോക്ക് സെക്ടർ ഒന്ന് നോട്ട് ചെയ്യുക. കഴിഞ്ഞ വർഷം ചൈനയുമായി സ്റ്റാൻഡ് ഓഫ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളെ കുറിച്ചാണ് പ്രിലിമിന് ചോദ്യം വന്നിരുന്നത്, എന്നും ഓർക്കുക. സ്മാർട്ട് ഫെൻസ് അക്രോസ് LOC എന്താണ്? സ്മാർട്ട് ഫെൻസ് എന്ന് വെച്ചാൽ India is thinking of converting the entire fence over 700 kilometers stretch across the line of control into smart one due to high cost. Light detection, ranging sensors, infrared sensors, cameras, ഇങ്ങനെയാണ് ഇപ്പൊ സെക്യൂരിറ്റിയുടെ ഒരു രീതി മാറി. പഴയ പോലെ ഫെൻസ് വലിച്ചു കിട്ടുകയല്ല, ഡിജിറ്റൽ സെക്യൂരിറ്റിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. Vessel traffic services and vessel traffic monitoring system, Ministry of Shipping ന്റെ ഇനിഷ്യേറ്റീവ് ആണ്. INS കവരത്തി ഇത് കമ്മീഷൻ ചെയ്തു ഇന്ത്യൻ നേവിയിലേക്ക്. വാർഫെയർ ഷിപ്പാണ്, സബ്മറൈൻ ആണ്, ആന്റി സബ്മറൈൻ വാർഫെയർ ഷിപ്പാണ്.
90% തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ്. പ്രൊജക്ട് 28ന്റെ ഭാഗമായിട്ടാണ്. കമോർട്ട ക്ലാസ് കോർവേറ്റ്സിന്റെ ഭാഗമാണ്. പ്രൊജക്ട് 28 2003 അപ്രൂവ് ചെയ്തതാണ്. INS കമോർട്ട, INS കടമത്ത്, INS കിൽറ്റാൻ ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്നു. Goviram. It is a diagnostic mission for COVID-19 detection. IIT Kharagpur ഡെവലപ്പ് ചെയ്തതാണ്. ഒരു 5000 രൂപ താഴെ കോസ്റ്റ് വരുന്നു. ഐസോതെർമിക് ന്യൂക്ലിയിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് ടെസ്റ്റ് നടക്കുന്നത്. ടോപ്പിക് നമ്പർ 89 ഇൻഫോഡമിക് എന്ന് വെച്ചാൽ too much information including false or misleading information particularly on social media. അതിനെയാണ് ഇൻഫോഡെമിക് എന്ന് പറയുന്നത്. നമുക്ക് മെയിൻസിൽ കൊണ്ടുവരാവുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇൻഫോഡെമിക് എന്ന് വെച്ചാൽ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുവരാം, മിസ്ട്രസ്റ്റ് ടുവേർഡ്സ് ഗവൺമെന്റ്സ് കൊണ്ടുവരാം. സൗമ്യ സ്വാമിനാഥൻ, ചീഫ് സയന്റിസ്റ്റ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, has said that managing the infodemic has been a serious challenge during the COVID-19 pandemic. എന്ന് വെച്ചാൽ ഇല്ലാത്ത വിവരങ്ങളുണ്ട് അല്ലെ, വാക്സിൻ എടുത്താൽ പ്രശ്നമാകും, ഈ രീതിയിലൊക്കെയുള്ള വാർത്തകൾ പ്രചരിക്കും. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഫോർ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് അത് റിവൈസ് ചെയ്തു. ഇത് യൂസ് ചെയ്യുന്ന റീറ്റെയിൽ പ്രൈസസ് ഇൻഫ്ലേഷൻ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൺവിക്ഷന് സെക്ഷൽ അസോൾട്ട് വിക്ടിമിന്റെ ടെസ്റ്റിമോണി മാത്രം മതി എന്ന് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. 92 ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ATGM നാഗ് ഒക്കെ നമ്മുടെ തദ്ദേശീയമാണ്. പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. പൊക്രാൻ ഫയറിംഗ് റേഞ്ചിൽ ഇത് ചെയ്തു. 4.7 കിലോമീറ്റർ ആണ് റേഞ്ച്. DRDO ആണ്. ഇത് ആന്റി ടാങ്ക് മിസൈലാണ്. ടാങ്ക്സ് ആന്റി ടാങ്ക് മിസൈൽ. ഇന്ത്യയുടെ മിസൈൽ സിസ്റ്റം ഒന്ന് നന്നായിട്ട് പഠിക്കുകയാണ്. ട്യൂബേറിയൽ സലൈവറി ഗ്ലാൻസ് നമ്മുടെ ത്രോട്ടിന്റെ മേളിലുള്ള അതാണ്. നെതർലാൻഡ്സിലുള്ള സയന്റിസ്റ്റുകൾ ഇത് കണ്ടുപിടിച്ചു. നമ്മുടെ അപ്പർ ത്രോട്ടിനെ ലൂബ്രിഗേറ്റ് ചെയ്യുന്ന ഇതാണ്. ലൈഫ് ഇൻ മിനിയേച്ചർ പ്രൊജക്ട്, അത് നാഷണൽ മ്യൂസിയം ന്യൂഡൽഹി അവരുടെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. റെന്റ് എ ബൈക്ക് ഫെസിലിറ്റി ഇൻ കേരള, ഇതാരാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന? ഇന്ത്യൻ റെയിൽവേ. It will be introduced in 15 key railway stations under Thiruvananthapuram Railway Division to ensure last mile connectivity and seamless travel to commuters. ബൈക്ക് റെന്റിനെടുത്ത് ട്രാവൽ ചെയ്യാനുള്ള ഒരു സംവിധാനം കിട്ടും. ഹിമാലയൻ ബ്രൗൺ ബിയേഴ്സ് 96ാമത്തെ ടോപ്പിക്. നമ്മളിപ്പോ ഏതാണ്ട് ഇന്ന് 100 ടോപ്പിക് ഇന്നിപ്പോ കവർ ചെയ്യും. ഹിമാലയൻ റെഡ് ബിയർ, ഐസാബെലിൻ ബിയർ അല്ലെങ്കിൽ സൂറ്റെ എന്നൊക്കെ അറിയാം. ഹൈലാൻഡ്സ് ഓഫ് ഹിമാലയയിലെ ഏറ്റവും വലിയ കാർണിവോറസ് ആണ്. കാർണിവോർ എന്ന് വെച്ചാൽ എന്താ കഴിക്കുന്നത്? കാർണിവോർസ് എന്തൊക്കെയാ കഴിക്കുന്നത്? മീറ്റും സസ്യങ്ങളും രണ്ടും കഴിക്കും അല്ലെ. It is found in 23 protected areas including Himachal Pradesh, Uttarakhand and Jammu and Kashmir. ലീസ്റ്റ് കൺസേൺ ആണ് സ്റ്റാറ്റസിലുള്ളത്. ഇത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. കിസാൻ സൂര്യോദയ യോജന ഗുജറാത്തിൽ ലോഞ്ച് ചെയ്തൊരു പദ്ധതി. ഡേ ടൈം ഇലക്ട്രിസിറ്റി ടു ഫാർമേഴ്സ്, അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. കിസാൻ സൂര്യോദയ യോജന. മൗണ്ട് ഗിർനാർ എവിടെയാണ്? Lord Dattatreya performed penance at the top of the hill. ഒരു ക്ഷേത്രം അവിടെയുണ്ട്. 22ാമത്തെ തീർത്ഥങ്കരനായ ലോർഡ് നെമിനാഥ് നിർവാണ പ്രാപിച്ച ഇവിടെയാണ്. ജുനാഗഡിലാണ്, ഗുജറാത്തിൽ. അത് ഏഷ്യയിലെ ഏറ്റവും വലിയ റോപ്പ് വേ ആണ് എടുത്തത്. ഉഷ ബ്രക്കോ ലിമിറ്റഡ് ആണ് 130 കോടി രൂപ സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ റോപ്പ് വേ സ്ഥാപിച്ചത്. ടോപ്പിക് നമ്പർ 99 എനിങ്മാഞ്ചനാഗുലം. ഇതൊരു ഡ്രാഗൺ സ്നേക്ക് ഹെഡ്സ്
ഓൾഡ് ഫാമിലി ഓഫ് ഫിഷ് ആണ്. അണ്ടർഗ്രൗണ്ട് അക്വാഫിയേഴ്സിലാണ് ജീവിക്കുന്നത്. ഇതിന് പേര് കിട്ടിയത് എന്താണ്? ഗോലം, ഹു ഓൾവേസ് സ്റ്റേസ് അണ്ടർഗ്രൗണ്ട്. ദ മൂവി ലോർഡ് ഓഫ് ദ റിങ്സിൽ ഗോലം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അതിൽ നിന്നാണ് എയ്നിങ്മാച്ചന ഗോലം എന്നുള്ള പേര് കിട്ടിയത്. ഇത് കേരളത്തിലാണ് ഇത് കണ്ടത്. എവിടുന്നാന്നറിയാവോ? കേരളത്തിൽ എവിടുന്ന? കിണറുകളിൽ. അരാപ്പൈനെയാണോ? അതിന്റെ പേര് ഇവിടെ മലയാള പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കിണറുകള് തേകിയപ്പോ ഈ കോട്ടയം സൈഡിൽ നിന്നൊക്കെ ഇത് കിട്ടിയത്. Scientists came to know about the fish through social media. It is assumed that they originated in Gondwana land, which later split into continents of Asia and Africa. Oaxaca ഖാദി മെക്സിക്കോയിലെ ഒരു പ്രദേശമാണ്. മോഡി ഈ സ്ഥലത്തെ കുറിച്ച് മാൻ കി ബാത്തിൽ സംസാരിച്ചു. മഹാത്മാഗാന്ധി എന്നുള്ള മൂവി കണ്ടിട്ട് അവിടുത്തെ ഒരു ലോക്കൽ റെസിഡന്റ് എന്ത് ചെയ്തു? അദ്ദേഹം നൂൽ നൂൽക്കാൻ തുടങ്ങി. അവനവന്റെ വസ്ത്രം അവനവന് ഉപയോഗിക്കുക. അങ്ങനെ ഖാദി ബീയിങ് വുമൻ ഇൻ ഓക്സാക്ക, അതാണ് ഈ പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഗാന്ധി പറഞ്ഞുകൊണ്ട്, മാൻ കി ബാത്തിൽ പറഞ്ഞുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കേട്ടോ. അറ്റ്ലീസ്റ്റ് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്സാക്ക ഖാദി എന്നുള്ളത് എന്താന്ന് മനസ്സിലാക്കി. അടൽ ഇന്നോവേഷൻ മിഷന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഓസ്ട്രേലിയ സർക്കുലർ എക്കണോമി ഹാക്കത്തോൺ നടത്തി. 100 ടോപ്പിക്ക് നമ്മളിപ്പോൾ കവർ ചെയ്തിരിക്കുകയാണ്. 10 ടോപ്പിക്ക് കൂടെ കവർ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. DOPT അനൗൺസസ് റീഫോംസ് റിഗാർഡിംഗ് ചൈൽഡ് കെയർ ലീവ്. മെയിൽ എംപ്ലോയീസിന് എത്രയാ ലീവ് ഉള്ളത്? മെയിൽ എംപ്ലോയീസ് ഓഫ് ദ ഗവൺമെന്റ് ആർ ഓൾസോ നൗ entitled to child care leave. It will be available only for those male employees who happen to be a single male parent. This may include male employees who are widowers or divorcees or even unmarried. Child care leave ആണുങ്ങൾക്കും കൊടുക്കുക. പരമ്പര സീരീസ് മ്യൂസിക് ആൻഡ് ഡാൻസസ് ആണ്. നാട്യ തരംഗിണി with the United Nations will be held online this year. കുച്ചിപ്പുടിയെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ആണ്, അതിനെ പോപ്പുലറൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഡോക്ടർ രാജ ആൻഡ് രാധാ റെഡ്ഡി, കൗശല്യ റെഡ്ഡി, അവരാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കുച്ചിപ്പുടിയിലെ എക്സ്പോണൻസ് ആണ്. ഈ കുച്ചിപ്പുടി, ഭരതനാട്യം, ഇതിലേക്ക് പ്രധാനപ്പെട്ട ഡാൻസേഴ്സിന്റെ പേരൊന്ന് ഓർത്തിരിക്കും. ഹർപൂൺ കോസ്റ്റൽ ഡിഫൻസ് സിസ്റ്റം US ഇത് തായ്വാന് സെല്ല് ചെയ്തു. ഇൻഫൻട്രി ഡേ ആയിട്ടാണ് ഒക്ടോബർ 27 സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇൻഫൻട്രി ഡേ. ഈ ഡേയുടെ പ്രത്യേകത എന്താ? മഹാരാജ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഹരിസിംഗ് സൈൻഡ് ദ ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ, making his state a part of Indian dominion and thus paving the day for Indian troops be deployed in the state to fight against Pakistani invaders. The Infantry Day ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യും. UK to partner for developing Gift City. Gift City എവിടെയാ വരുന്നത്? ഗാന്ധിനഗർ. It has also agreed to set up a new fund of funds to be managed by State Bank of India. Gujarat International Finance Tech City ആണ് ഗിഫ്റ്റ് സിറ്റി എന്നറിയപ്പെടുന്നത്. ഫസ്റ്റ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെന്റർ ആയിട്ട് ഗിഫ്റ്റ് മാറും. പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സിൽ കേട്ടോ. ഗ്രീൻ ഡൽഹി ക്യാമ്പയിൻ മുമ്പ് കണ്ടത് തന്നെയാണ്, ആപ്പാണ്. Karnataka government staff told not to act in films or serials. State civil service rules പറഞ്ഞിട്ടുണ്ട്. സിനിമയിലും സീരിയലിലും അഭിനയിക്കുന്നതും ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതും ഗവൺമെന്റിനെതിരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതും ഒഴിവാക്കിയിട്ടുണ്ട്. They could not act in films and television serials without permission. അപ്പൊ ആക്ട് ചെയ്യാം, പക്ഷെ എന്താ വേണ്ടേ? എന്ത് ചെയ്യണം? പെർമിഷൻ എടുക്കണം. അത്രയേ ഉള്ളൂ.
core sector industries. 8 core sector industries le coal and crude oil and natural gas and refinery products and fertilizer and steel and cement and electricity. Core sector industries. The industrial production index le 40% ഇതിലാണ് എടുക്കുന്നത്. Credit default sum. Credit default sub എന്ന് വെച്ചാൽ one party agrees to pay another party periodic fixed payments in exchange for receiving credit event protection in the form of a payment in the event that third party or its obligation are subject to one or more pre-agreed adverse credit events over a pre-agreed time period. Typical credit events include bankruptcy, failure to pay, obligation, restructuring. ഒക്കെ ഇതിന്റെ പാർട്ടായിട്ട് വരും. ചിലിയിൽ ഒരു റഫറൻഡം ഓൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ പുതുക്കി എഴുതണോ വേണ്ടയോ എന്ന് Chileans also voted to elect an assembly of 155 members to draw up to new constitution. പുതിയ കോൺസ്റ്റിറ്റ്യൂഷനെ അവർ സപ്പോർട്ട് ചെയ്തു. നാഷണൽ പ്രൊഡക്ടിവിറ്റി കൗൺസിൽ 130. ഈ മാസം ടോപ്പിക്സ് ടോട്ടൽ ടോപ്പിക്സ് നമുക്ക് ടോപ്പിക്സ് കുറച്ച് കൂടുതലുണ്ട് ഈ മാസം. ഒക്ടോബറിൽ 172 ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, നമ്മുടെ 5ാം ഇതിലുള്ള പ്രിലിമിനുള്ള ഒരു എന്താ പറയാ ജനുവരി മുതലല്ലേ നോക്കണ്ട, ബാക്കി ഏരിയ സ്കിപ്പ് ചെയ്യല്ലേ അവര് ചെയ്യേണ്ടത്? ജൂൺ 5 അടുത്ത വർഷത്തേത്. അതാണെങ്കിൽ അവര് മുന്നത്തെ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, അവർക്കൊന്നും പറ്റില്ല. ഓക്കെ, ആ ജനുവരി മുതല് മെയ് വരെയോ? മെയ് ഏപ്രിൽ വെക്കാൻ മതി. മെയ് ഒക്കെ ആകുമ്പോ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ആവും. ഇതിപ്പോ നമ്മളെ ഇപ്പൊ ഈ ഒക്ടോബർ 10 തീയതിക്കുള്ളതിന് സെപ്റ്റംബറിന്റെ ഇത് സ്കിപ്പ് ചെയ്യണോ? സെപ്റ്റംബർ വരാൻ സാധ്യത കുറവാ. കാര്യം സെപ്റ്റംബർ ക്വസ്റ്റ്യൻ ഓൾറെഡി സെറ്റ് ആവുമല്ലോ. സെപ്റ്റംബർ ക്വസ്റ്റ്യൻ ആവുമല്ലോ, അപ്പം വേണ്ട. സെപ്റ്റംബറിലേക്ക് ക്വസ്റ്റ്യൻ പ്രിന്റ് ചെയ്യില്ല. ഓഗസ്റ്റ്, അത് നമ്മൾ ഈ ഓഗസ്റ്റ് എടുത്തത് ഇത്തവണ. 2022 എഴുതുന്നവര് ജാനുവരി എന്ന് വെച്ചാൽ വളരെ ഡെപ്ത് ആണ്. നോർമൽ അക്കാഡമികൾ പറയുന്ന ജാനുവരി വരെ പറയത്തില്ല, അവര് ജൂൺ ടു മെയ്യേ പറയത്തുള്ളൂ. നമ്മൾ ജാനുവരി എന്ന് പറയുന്ന, അപ്പൊ അത്രയും കൂടെ ക്ലാരിറ്റി കിട്ടുക എന്ന് വെച്ചാൽ ഒരു എല്ലാ ഏരിയയും നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കും. ഇപ്പോഴത്തെ ഒരു പാറ്റേണിൽ നമുക്ക് എല്ലാം പഠിച്ചു വെക്കുവാണെങ്കിൽ അത്രയും സേഫ് ആണല്ലോ. ആ ഒരു രീതിയിലേക്ക് മാക്സിമം നമ്മുടെ എഫേർട്ട് മാക്സിമം എടുക്കുക. UPSC അറിയപ്പെടുന്നത് തന്നെ അൺപ്രഡിക്റ്റബിൾ സർവീസ് കമ്മീഷൻ എന്നാണ്, അല്ലെ? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇങ്ങനെ വരും പറയാൻ പറ്റുമോ? എല്ലാ വർഷവും അവരെന്തെങ്കിലും ഒരു ഉണ്ടാക്കും. അത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിപ്പോ പഠിച്ചു പോവുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാ വർഷവും ഇപ്പൊ നമ്മള് പഠിക്കുന്ന രീതി ആയിരിക്കില്ല ചിലപ്പോ ചോദ്യം. ഐ മീൻ കുറച്ച് നമ്മൾ ചിലപ്പോ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്ന് പറയുന്ന ഏരിയ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കും. മനസ്സിലായി? എല്ലാ പരമാവധി കവർ ചെയ്ത് പോവുക എന്നുള്ളത് നല്ലത്. വേറെന്തെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടോ? വേറെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ബാക്കി നമുക്ക് നാളെ ഫ്രൈഡേ അല്ലേ? നാളെ ഇപ്പൊ ക്ലാസ് ഇല്ല. നാളെ ഓണം ഹോളിഡേ ആണ്. നാളെ മൺഡേ നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്യും കേട്ടോ. അപ്പൊ ഏകദേശം 113 ടോപ്പിക്സ് ഇന്ന് കവർ ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 2 ക്ലാസ് എടുക്കത്തില്ല. നമുക്ക് ഒരു മാസത്തെ റിവിഷൻ ഓൾമോസ്റ്റ് നടന്നു പോകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരത്തില്ല പ്രിലിം ഏരിയാസ്. കാര്യം നമ്മൾ വളരെ ഡെപ്തിൽ തന്നെ ഇപ്പൊ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ തീം ബേസ്ഡ് ഓൾറെഡി നേരത്തെ ഡിസ്കഷൻ കഴിഞ്ഞു. അപ്പൊ അതുമൊക്കെ നോക്കുക. പ്രിപ്പറേഷൻ സാറ്റർഡേ സൺഡേ ക്ലാസ് ഉണ്ടോ? സാറ്റർഡേ ക്ലാസ് ഇല്ല. സാറ്റർഡേ ഓണം അല്ലേ? കറണ്ട് അഫയേഴ്സ് സാറ്റർഡേ സൺഡേ ഇല്ലല്ലോ. അതല്ല, ഹോളിഡേ ക്ലാസ് എങ്ങനെയാ? വേണോ സൺഡേ ക്ലാസ്? ഹോളിഡേ ബാച്ചിന് സൺഡേ ക്ലാസ് എങ്ങനെയാണ്? സൺഡേ കുഴപ്പമില്ല. സൺഡേ കുഴപ്പം ഉണ്ടാവില്ല. ഞാൻ ഫാക്കൾട്ടിക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചോട്ടെ. ഓണത്തിന്റെ അസൗകര്യം ഉണ്ടോ?
ഇല്ലെങ്കിൽ ആ. സൺഡേ വെക്കാം. സാറ്റർഡേ മാത്രം ഓണമല്ലേ, ഓണം ഡേ മാത്രം ഓഫ് തരാം. ആ. സാർ അപ്പൊ അങ്ങനെ പ്ലാൻ വൈകുന്നേരം കിരൺ സാറിന്റെ ക്ലാസ് ഉണ്ടാവോ? ഞാൻ ചോദിക്കട്ടെ സാറിന്, ഞാൻ സാറിനെ ഒന്ന് വിളിക്കട്ടെ. ഓണത്തിന്റെ എന്തെങ്കിലും അസൗകര്യം? ഓണം ശനിയാണ്, ഞായറല്ല. എന്നാലും ഞാൻ ചോദിച്ചിട്ട് പറയാം. അല്ല, ഇവർക്ക് 4 ദിവസം വരുമല്ലോ, അവിട്ടം ചതയം എന്നൊക്കെ പറഞ്ഞു. ഓ ഇപ്പൊ അങ്ങനെ ഉണ്ടോ? നമ്മളൊക്കെ കിരൺ പൊതുവെ സാറിന് ആണ്. നോക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഒന്ന് സംസാരിച്ച് നോക്കാം, നോക്കിയിട്ട് പറയാം. താങ്ക് യു. അപ്പൊ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. Thank you, sir.